ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ തിങ്കളാഴ്ച പരിസര പഠനമാണ് വിഷയം. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2019-20. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. പ്രവർത്തനം 1, ഞങ്ങൾ 5 പേർ. പഞ്ചേന്ദ്രിയ അനുഭവങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. തേനിൻ്റെ മധുരം, മയിലിൻ്റെ ഭംഗി, ബെല്ലിൻ്റെ ശബ്ദം, മുല്ലപ്പൂവിൻ്റെ മണം. ഓരോ അവയവത്തിൻ്റെയും ധർമ്മം കണ്ടെത്തി ചിത്രത്തിന് നേരെ എഴുതുക. അപ്പോൾ ഓരോ അവയവങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ അവയവത്തിൻ്റെയും ധർമ്മം എന്താണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ണാണ്. കണ്ണിൻ്റെ എന്തായിരിക്കും? മയിലിൻ്റെ ഭംഗി. ഓക്കെ, ഇനി അടുത്തത് മൂക്കാണ്. മൂക്കിൻ്റെ എന്തായിരിക്കും? മുല്ലപ്പൂവിൻ്റെ മണം. ഇനി അടുത്തത് ചെവിയാണ്. ചെവിക്ക് എന്തായിരിക്കും? ബെല്ലിൻ്റെ ശബ്ദം. ദെൻ ലാസ്റ്റ് നാവാണ്. തേനിൻ്റെ മധുരം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, ചൂട് അനുഭവപ്പെടുന്നതിന് സഹായിക്കുന്ന അവയവം ഏത്? ചൂട് അനുഭവപ്പെടുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. ഓപ്ഷൻ സി, ത്വക്ക്. പ്രവർത്തനം 2, തൊഴിലുകൾ. ഗോപുവിൻ്റെ ഗ്രാമത്തിലെ ആളുകൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഗോപുവിൻ്റെ ഗ്രാമത്തിൽ കുറേ ആൾക്കാർ ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, ഏതെല്ലാം തൊഴിലുകളിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് എഴുതുക. അപ്പോൾ എന്തൊക്കെ ജോലികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? കച്ചവടം 1 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാം. തയ്യൽ, കൃഷി, മീൻപിടുത്തം, മരപ്പണി. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്രാമത്തിൽ ഗോപുവും കൂട്ടുകാരും നടത്തിയ തൊഴിൽ സർവേയുടെ പട്ടികയാണ് ചുവടെ. അപ്പോൾ ഗ്രാമത്തിൽ ഗോപുവിൻ്റെ ഫ്രണ്ട്സും കൂടെ തൊഴിൽ സർവേ നടത്തി. അപ്പോൾ ആ പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. തൊഴിലുകൾ, തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം. അപ്പോൾ കൃഷിപ്പണി 42, മരപ്പണി 20, തയ്യൽ 10, കച്ചവടം 30, മത്സ്യബന്ധനം 12, ആതുര സേവനം 2. ഇനി എൻ്റെ കണ്ടെത്തൽ, നമ്മുടെ കണ്ടെത്തലാണ് അതിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഗോപുവിൻ്റെ ഗ്രാമത്തിൽ കൃഷിപ്പണി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. 20 പേർ മാത്രമാണ് മരപ്പണി ചെയ്യുന്നത്. കച്ചവടം ചെയ്യുന്നവർ 30 പേരാണ്. മത്സ്യബന്ധനവും തയ്യലും ആ ഗ്രാമത്തിൽ വളരെ കുറവാണ്. ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വെറും 2 പേർ മാത്രമേ ആ ഗ്രാമത്തിൽ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അതിൽ സി ക്വസ്റ്റ്യൻ, ഈ ഉപകരണം ഏത് തൊഴിലിനാണ് ഉപയോഗിക്കുന്നത്? മരപ്പണി, കൃഷി, തയ്യൽ, മത്സ്യബന്ധനം. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി, കൃഷി. അടുത്ത ചോദ്യം, ചെടിക്ക് നിറം നൽകി മനോഹരമാക്കൂ. അപ്പോൾ താഴെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂട്ടുകാർ നന്നായിട്ട് കളർ ചെയ്യുക, നിറം കൊടുക്കുക. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, ഇത് ഏത് ചെടിയാണ്? ഇത് റോസ് ചെടിയാണ്. അപ്പോൾ അവിടെ റോസ് ചെടി എന്ന് എഴുതുക. സി, ശലഭ പാർക്ക് നിർമ്മിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ ഇൻഡു ഇടുക. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതിലൊന്നും ചെയ്യണ്ട. ചെടികളിലും പൂക്കളിലും രാസകീടനാശിനികൾ തളിക്കണം. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അതവിടെ ക്രോസ് ചെയ്യുക. ചെടികൾക്ക് വെള്ളവും ജൈവവളവും നൽകണം. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതൊന്നും ചെയ്യണ്ട. ഉദ്യാനത്തിൽ വള്ളിച്ചെടികൾ മാത്രം നട്ടാൽ മതി. അത് തെറ്റാണ്. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ ഡി, ഈ ശലഭത്തിൻ്റെ പേരെന്ത്? അപ്പോൾ തന്നിരിക്കുന്ന ശലഭത്തിൻ്റെ പേര് എ, വിലാസിനി, നാട്ടു റോസ്, തകരമുത്തി, കറുപ്പൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? വിലാസിനി. ഇനി അടുത്ത പ്രവർത്തനം 4, മണ്ണിൻ്റെ മഹത്വം. മണ്ണ് മ്യൂസിയത്തിൽ വിവിധ തരം മണ്ണുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. അവ ഏത് വിഭാഗത്തിൽ പെടുന്നവയെന്ന് പട്ടികയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ എക്കൽ മണ്ണ്, കളിമണ്ണ്, ചെമ്മണ്ണ്. അപ്പോൾ ആദ്യത്തെ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന മണ്ണ് അത് ഏതാണ്? ചെമ്മണ്ണാണ്. അപ്പോൾ ചെമ്മണ്ണ് എന്ന് എഴുതുക. ഇനി പശിമയുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കളിമണ്ണ്. ഇനി ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അതെന്താണ്? അത് എക്കൽ മണ്ണാണ്. അപ്പോൾ അവിടെ എക്കൽ മണ്ണ് എന്ന് എഴുതുക.
ജോസഫിൻ്റെയും ആമിനയുടെയും പറമ്പിൻ്റെ ചിത്രങ്ങളാണ് ചുവടെ. അപ്പോൾ ജോസഫിൻ്റെയും ആമിനയുടെയും പറമ്പിൻ്റെ ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ, ആരുടെ പറമ്പാണ് മണ്ണൊലിപ്പ് തടയുന്നതിന് അനുയോജ്യമായത്? ആരുടെയാണ്? ആമിനയുടെയാണ്. അപ്പോൾ അവിടെ ആമിന എന്ന് എഴുതുക. എന്തൊക്കെ പ്രത്യേകങ്ങളാണ് നിങ്ങൾ കണ്ടെത്തിയ പറമ്പിനുള്ളത്? എഴുതുക. എന്തൊക്കെയാണ്? മണ്ണൊലിപ്പ് തടയുന്നതിനായി ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, തടം എടുത്തിട്ടുണ്ട്, തട്ടുതട്ടുകളായി കൃഷി ചെയ്തിട്ടുണ്ട്. പ്രവർത്തനം 5, തൊഴിൽ ഉപകരണങ്ങൾ. ഈ തൊഴിൽ ഉപകരണത്തിൻ്റെ പേരും ഉപയോഗവും എഴുതുക. അപ്പോൾ ഇത് എന്താണ്? ഇത് തുമ്പയാണ്, തുമ്പ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം? പറമ്പ് കിളക്കുക, കൂടിക്കിടക്കുന്ന മണ്ണ്, ചരൽ തുടങ്ങിയവ നീക്കം ചെയ്യുക, നിരപ്പാക്കുക എന്നീ ആവശ്യങ്ങൾക്ക് തുമ്പ ഉപയോഗിക്കുന്നു. അതിലടുത്ത ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ തൊഴിലിനും ആവശ്യമായ സാധനങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കത്രികയാണ്. അപ്പോൾ അത് എങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? അവിടെ ഒരു ടൈലറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക്. ഇനി അടുത്തത് ചൂലാണ്. അവിടെ എന്താണ്? അവിടെ കച്ചറൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് മാച്ച് ചെയ്യുക. ദെൻ മൂന്നാമത്തെ എന്താണ്? മഴുവാണ്. മഴ എന്തിനാ ഉപയോഗിക്കുക? വിറകൊക്കെ വെട്ടാൻ. അപ്പോൾ അത് അതിലേക്ക് മാച്ച് ചെയ്യുക. ദെൻ സ്റ്റെതസ്കോപ്പ്, ഡോക്ടർ ഉണ്ട് അവിടെ. പിന്നെ എന്താ? പിന്നെ ഈ കുടമൊക്കെ ഉണ്ടാക്കുന്ന ആ ചക്രമുണ്ട്. അപ്പോൾ അത് അതിലേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 6, ആരോഗ്യം സമ്പത്ത്. സ്കൂളിലെ ഹെൽത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യം സമ്പത്ത് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. രോഗകാരികളായ ജീവികൾ പെരുകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഹെൽത്ത് ക്ലബ് അംഗങ്ങൾ തയ്യാറാക്കിയ വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ, ആരോഗ്യമുള്ള ജീവിതത്തിനായി പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിയായവയ്ക്ക് ടിക്ക് നൽകൂ. അപ്പോൾ നമുക്ക് നോക്കാം. ചപ്പുചവറുകൾ കൂട്ടിക്കിടക്കാൻ അനുവദിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കയ്യും വായും കഴുകാതെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതും പാടില്ല. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അത് കറക്റ്റാണ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. ഇനി അഴുക്കുവെള്ളത്തിൽ കുളിക്കുക. അത് തെറ്റാണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നു. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുന്നു. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ നേരെയും ടിക്ക് കൊടുക്കുക. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിൻ്റെയും പേര് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ കൊതുകാണ്. അപ്പോൾ കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മലേറിയ. ദെൻ രണ്ടാമത്തെ ഈച്ചയാണ്. ഈച്ച പരത്തുന്ന രോഗമാണ് കോളറ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.